ലൈംഗിക പീഡന പരാതിയിൽ എം മുകേഷിനെതിരെ നടപടി വേണമെന്ന് CPIM കേന്ദ്ര നേതൃത്വം. മുകേഷിനെ ന്യായീകരിച്ച് LDF കൺവീനർ EP ജയരാജന്റെ വാദവും കേന്ദ്ര നേതൃത്വം തള്ളുകയാണ്. ആരോപണ വിധേയരായ 2 കോൺഗ്രസ് MLA-മാർ രാജിവെച്ചാൽ മുകേഷും രാജിവെക്കുമെന്ന വാദമാണ് തള്ളിയത്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും ചെയ്തുവെന്ന വാദം തെറ്റെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് CPIM വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ആരോപണ വിധേയരെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷ് ഉണിയാലി ഡൽഹിയിൽ 24-നോട് പറഞ്ഞു. That is true, and the first thing that has been done is he's been removed from that committee of which he was a member. Now we will see as the case progresses what happens, because we should not get influenced by the kind of people who are raising these demands. There are people in the Congress party who have been charge sheeted for rape. They are still MLAs. The BJP has given remission to rapists in Gujarat. So that is not the point. The point is an allegation has been made, a case is being registered, proper investigation should be made and proper punishment should be given. And I'm sure that the government will act in a proper way. And it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening. And certainly there will be no escape for anybody against whom a proper case is registered. ബൽറാം ബൽറാം, ഗുഡ് മോർണിംഗ്. ഇത് CPM-ലെ ഒരു സ്ത്രീപക്ഷ നിലപാടായി കാണണോ അതോ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി കാണണോ? മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുകയാണോ വനിതാ നേതാക്കൾ? ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. മുകേഷിന്റെ രാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി CPM-ന്റെ സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരാനിരിക്കെയാണ് കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലെ 2 വനിതാ നേതാക്കളാണ് തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബൃന്ദ കാരാട്ട് പാർട്ടിയുടെ വെബ്സൈറ്റിൽ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കുന്ന കോളത്തിലാണ് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ വളരെ ശക്തമായും വ്യക്തവുമായ ഭാഷയിൽ നിലപാട് വിശദീകരിച്ചിരിക്കുന്നത്. നിലവിൽ പല നേതാക്കൾ, സംസ്ഥാനത്തെ നേതാക്കൾ, LDF കൺവീനർ EP ജയരാജൻ അടക്കം കോൺഗ്രസിലെ 2 MLA-മാർ ബലാത്സംഗ കേസ് നേരിടുന്നവർ അവർ നിയമസഭാ സാമാജികരായി തുടരുന്നു എന്ന വാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനെ തള്ളുന്നതാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ബൃന്ദ കാരാട്ട് എഴുതിയ ലേഖനത്തിലെ നിലപാട്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുത് എന്നും അത്തരം വാദങ്ങൾ തെറ്റാണ് എന്നുമാണ് ബൃന്ദ കാരാട്ട് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പല ഇരകളും പരാതികളുമായി രംഗത്തെത്തുമ്പോൾ മറുപരാതികൾ നൽകുന്നുണ്ട്. ഇത്തരം മറുപരാതികൾ നൽകുന്നത് ലൈംഗിക വേട്ടക്കാരുടെ സാധാരണ തന്ത്രമാണ് എന്നും എതിർ പരാതികൾക്ക് നിയമപരമായോ ധാർമ്മികമായോ മൂല്യമില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലൈംഗികാതിക്രമം നടത്തുന്നവരെ പേരെടുത്ത് നാണം കെടുത്തുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്നും നീതിക്ക് വേണ്ടിയുള്ള ധീരമായ ആ പോരാട്ടത്തിൽ, സ്ത്രീകളുടെ പോരാട്ടത്തിൽ സർക്കാരും സമൂഹവും ഒപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസം ഈ പരാതിക്കാരിൽ നൽകണം എന്നുമാണ് ബൃന്ദ കാരാട്ട് വ്യക്തമാക്കുന്നത്. കേരളത്തിന് ഇത് ഒരു ചരിത്ര നിമിഷമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഒരു നാഴികക്കല്ല് പിന്നിടുന്നു എന്നുമാണ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഈ റിപ്പോർട്ടും പുറത്തുവിട്ട നടപടി അടക്കമുള്ള നടപടികളെയും SIT രൂപീകരിച്ചതിനെയും ലേഖനം സ്വാഗതം ചെയ്യുന്നുണ്ട്. മുകേഷിന്റെ പേരെടുത്ത് പറഞ്ഞു തന്നെ ഇത്തരത്തിൽ അദ്ദേഹം ആരോപണം നേരിടുന്നുവെന്ന് ബൃന്ദ കാരാട്ട് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്ത് എന്ന് വ്യക്തമാണ്. ഹഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, ബൽറാം ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോഴും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമുണ്ടാവുന്നില്ല. അത് അങ്ങനെ കീഴ്വഴക്കമില്ല എന്നാണ് EP ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത്. ബൃന്ദ കാരാട്ട് അടക്കമുള്ള വനിതാ നേതാക്കൾ അതിനെ തള്ളിപ്പറയുമ്പോഴും ഇന്നത്തെ CPM യോഗം നിർണായകമാണ്. എന്തായാലും സുഭാഷ് ഉണിയാലി പറയുന്നത് ആ സിനിമ നയരൂപീകരണ സമിതിയുടെ കാര്യമാണ്. അതിൽ നിന്ന് എന്തായാലും മുകേഷിന്റെ രാജി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും എന്ന ഒരു തർക്കമില്ല. പക്ഷെ അതിനപ്പുറം MLA സ്ഥാനം രാജിവെക്കുമോ എന്ന് പറഞ്ഞാൽ സമാനമായ ആരോപണങ്ങളിൽ MLA സ്ഥാനം രാജിവെച്ച ആരുമില്ല എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ അത്തരത്തിലൊരു ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിന് യാതൊരു സ്ഥാനവും ഇല്ല. ഇപ്പൊ അവരങ്ങനെ ചെയ്തു. ഈ ഒരു നീതി കൊടുക്കുന്ന കാര്യത്തിൽ ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എവിടെയാണോ നീതി അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതല്ല. അവർ ചെയ്തു, ഇവർ ചെയ്തു, അവർ ചെയ്തില്ല, ഇവർ ചെയ്തില്ല എന്നൊന്നും അതിനകത്ത് ഒരു വാദമേ അല്ല. കീഴ്വഴക്കമുണ്ടാക്കാൻ CPM ബാധ്യസ്ഥമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ, ധാർമ്മിക ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ CPM യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം അറിയാം. എന്തായാലും